ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ മുട്ട വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ചപ്പാത്തിയും മുട്ടക്കറി വയ്ക്കാമെന്നുള്ളൊരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു. നടന്നൊന്നുമില്ല, എന്നാലും വന്നപ്പോൾ അതായിരുന്നു ഐഡിയ. ചേട്ടൻ മുട്ട വാങ്ങിച്ചുകൊണ്ടിരാന്നൊക്കെ പറഞ്ഞു, പക്ഷേ വരുമ്പോഴേക്കും കുറച്ച് സമയം പിടിക്കും. അപ്പോൾ അത് കാരണമാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ടത് കേട്ടോ. ചേട്ടൻ വരുമ്പോഴേക്കൊക്കെ റെഡിയാക്കണ്ടേ. അപ്പോൾ കുറച്ചൊരു ബീഫ് ഇരുന്നായിരുന്നു, അത് വെച്ചിട്ട് ചെറിയൊരു ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയുള്ള പരിപാടിയാണ്. അപ്പോൾ ബീഫ് വേവിച്ചത് എടുത്ത് വെച്ചാൽ മതിയായിരുന്നു, നഷ്ടമായിട്ടാണ്. കുറച്ച് ബീഫ് മാത്രം കുറേ നേരമായിട്ട് വേവിക്കേണ്ടി വന്നു. നല്ല വേവുള്ള ബീഫായിരുന്നു. അപ്പം ഞാൻ ബീഫ് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇന്ന് അവിടെ പൂച്ചയ്ക്ക് ചോറ് കൊടുക്കണം, ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അത് കഴിഞ്ഞിട്ട് ഇന്ന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. സ്നാക്ക് ഉണ്ടാക്കി പെട്ടെന്ന് പിള്ളേർക്ക് കൊടുക്കണ്ടേ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു, അതിനിടയ്ക്ക് ഡ്രസ്സ് മാറലും കഴിഞ്ഞു. ചോറ് ചൂടാക്കി അതൊക്കെ ഊറ്റി വെച്ചു. കുറച്ച് ചോറുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു തേനീച്ച വന്നിട്ടാണ് നമ്മുടെ ലൈറ്റിൻ്റെ അടയ്ക്ക്. അപ്പോൾ എനിക്ക് വിശക്കണമെന്ന് തോന്നിയപ്പോൾ രാവിലത്തെ കട്ടൻ ചായ ഇരിക്കുന്നുണ്ടായിരുന്നു. പാൽ ചായ വെച്ചാൽ വൈകുന്നേരം അത് ഉപയോഗിക്കാൻ പറ്റില്ല. കട്ടൻ ചായ ആകുമ്പോൾ പിന്നെ വൈകുന്നേരം അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതൊരു ഗ്ലാസ് എടുത്ത് പിന്നെ ഒരു പഴവും കഴിച്ച് അങ്ങനെ വിശപ്പ് മാറ്റിയിട്ട് പണികൾ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കിങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് കേട്ടോ അവിടെ പോയിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ നമ്മുടെ പരിപാടി തുടങ്ങുകയാണ്. അപ്പോൾ ബീഫ് വെന്തിട്ടുണ്ട്, അതൊരു ഡെവറയിലേക്ക് മാറ്റി വെച്ചിട്ട് ഇനി കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണം, പിന്നെ സവോളയൊക്കെ അരിഞ്ഞെടുക്കണം. അങ്ങനെ കുറച്ച് ജോലികളും കൂടിയുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിപാടികൾ തുടങ്ങാം. അതിനിടയ്ക്ക് ആദ്യത്തിൻ്റെ വർത്തമാനത്തിന് വന്നു കേട്ടോ. രാവിലെ പൂച്ച അകത്ത് കിടക്കുന്നുണ്ടായിരുന്നു, എനിക്കറിയില്ല. ഞാൻ പോകുമ്പോൾ പൂച്ചേനെ അകത്ത് കയറിയത് കണ്ടിട്ടുണ്ടായിരുന്നില്ല, ആദ്യത്തിന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. കുറേ കഴിഞ്ഞ് വന്നപ്പം വാതിലിൻ്റെ കുറ്റി ഇട്ടിട്ട് തുറക്കാൻ നോക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. താഴത്തെ കുറ്റി ഉണ്ടല്ലോ, ഉമ്മറത്തെ അടിയിൽ കുറ്റിയുണ്ട്, അപ്പോൾ അത് തള്ളി തള്ളി തുറക്കാനൊക്കെ നോക്കണമെന്ന്. അതൊക്കെയാണ് വിശേഷം അവൻ പറഞ്ഞത്. പിന്നെ അതാ ഉരുളക്കിഴങ്ങ് ഫുള്ളായിട്ട് പുഴുങ്ങി തൊലി കളഞ്ഞ് അങ്ങനെ എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഞാൻ സമയ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആ ബീഫ് വേവിച്ച് അതേ വെള്ളം തന്നെ ഉരുളക്കിഴങ്ങിലേക്ക് ഒഴിച്ചങ്ങാട്ട് വേവിച്ചെടുത്തു കേട്ടോ. 1-2 വിസിലടിച്ചാൽ മതി, അപ്പം തന്നെ വെന്ത് കിട്ടിയോളും. അങ്ങനെ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടി. അപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കട്ട്ലേറ്റൊക്കെ ഒന്നും ഉണ്ടാക്കാൻ അറിയാത്തവരാരുമില്ല, എന്നാലും ഞാൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു എന്ന് മാത്രം. ഞാൻ ഇത്തിരി സൂത്രപ്പണികളോട് കൂടി ചെയ്യുന്ന ആളാണല്ലോ, അതുകൊണ്ട് കാണിക്കണമെന്ന് മാത്രം. മുന്നത്തെ വ്ളോഗിലൊക്കെ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ മുട്ട പുഴുങ്ങാനായിട്ട് ഇപ്പുറത്തെ കുക്കറിൽ ഒരു വിസിലടിച്ചാൽ മതിയല്ലോ, അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പാൻ വെച്ചിട്ട് മസാല തയ്യാറാക്കാനുള്ള പരിപാടിയാണ്. വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിലാണ് ഞാൻ എടുക്കുന്നത്. വെളിച്ചെണ്ണയെക്കാളും പൊരിക്കണ എന്ത് ഐറ്റംസും ഓയിലാണെങ്കിൽ അധികം ഇങ്ങോട്ട് ആ ഓയിൽ കുടിക്കില്ല, ആ ഒരു ഐറ്റം. അതുകൊണ്ടാണ് ഓയിലെടുത്തത്. ഉരുളക്കിഴങ്ങ് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് നന്നായിട്ട് വല്ലാണ്ട് ഇങ്ങനെ എന്താ പറയുക, ചമ്മന്തി പരുവൊന്നാക്കണ്ട, ചെറിയ തരിതരിപ്പോടുകൂടി വേണം, ചെറിയ ചെറിയ കഷ്ണങ്ങൾ വേണം കേട്ടോ. അങ്ങനെ വേണം പൊടിച്ചെടുക്കാനായിട്ട്. നമ്മുടെ സോസ് പാൻ ഗ്യാസമ്മയ്ക്ക് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം ഇട്ട് മൂപ്പിച്ചു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് മൂത്താലാണ് സ്നാക്കിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിലേക്ക് ഒരു 2 ചെറിയ സവോള ഇത്തിരി ഉപ്പ് ഇട്ട് കണ്ടിട്ട് ഒന്ന് വഴറ്റി. വല്ലാണ്ട് വണ്ട് കിട്ടൊന്നും വേണ്ട, ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയാണ് ഇട്ടത്. അപ്പം ഞാൻ കാശ്മീരി മുളക് പൊടി മാത്രമേ ഇട്ടുള്ളൂ, അധികം എരിവ് വേണ്ട വെച്ചിട്ടാണ്. ആർക്കും അധികം എരിവ് വേണ്ട, അത് കാരണം കൊണ്ടാണ് എരിവ് അധികം ഉപയോഗിക്കാത്തത്. നല്ല സ്പൈസി ആയിട്ട് ഇരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, പക്ഷേ ഹെൽത്തിനും ദോഷമാണ്. പക്ഷേ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇവിടെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ എന്തോ എരിവിനോട് തീരെ ഇഷ്ടമില്ല. കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നുള്ളൂ, ചേട്ടൻ വാങ്ങിച്ചുകൊണ്ടിരാന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ വരുമ്പോഴേക്കും ഇതൊക്കെ ഉണ്ടാക്കിയാലോ ഒരുമിച്ച് ഒന്ന് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ ആ ബീഫ് വേവിച്ചത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് പൊടിച്ചതും ഈ മസാലയും മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ആ ബീഫ് എല്ലായിടത്തേക്ക് എത്തുന്ന വിധത്തിൽ നന്നായിട്ട് ഇത്തിരി സമയം എടുത്തിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ അതിൽ നിന്ന് ഓരോ ഉരുളകൾ എടുത്തിട്ട് നീളനായിട്ട് പരത്തി. ബീഫ് കട്ട്ലേറ്റ് എപ്പോഴും നീളനും, ചിക്കൻ കട്ട്ലേറ്റ് വട്ടത്തിലുള്ളതാണ് ശരിക്കും അതിൻ്റെ ഒരു രീതി. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ഒക്കെ പല വിധത്തിലും കിട്ടാറൊക്കെ ഉണ്ട്. ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ ഇത്തിരി മൈദ കലക്കി എടുത്തിട്ടുണ്ട്. അതിന് പകരം എഗ്ഗ് എടുക്കാം. എഗ്ഗ് എടുക്കുമ്പോൾ വൈറ്റ് ഭാഗം മാത്രം എടുക്കുകയാണെങ്കിലാണ് കൂടുതൽ നല്ലത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആ എഗ്ഗ് യോക്ക് ഉണ്ടല്ലോ, മഞ്ഞയുടെ ഭാഗം മുക്കിയിട്ട് നമ്മൾ പൊരിക്കുമ്പോൾ പത പോലെ വരും വെളിച്ചെണ്ണയിൽ. അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് വെള്ളം മാത്രം ഉപയോഗിക്കാൻ പറഞ്ഞത്. കൂടുതൽ നല്ലത് മൈദയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു എന്താ പറയുക, നല്ല കറക്റ്റായിട്ട് കിട്ടും മൈദയിൽ മുക്കിയിട്ടായിട്ട് ചെയ്യുമ്പോൾ.
അപ്പോൾ ആദ്യം മൈദയിൽ മുക്കി പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കി പിന്നെ വേണമെങ്കിൽ ഒരു കോട്ടും കൂടി ചെയ്യാം കേട്ടോ. വീണ്ടും മൈദയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ അങ്ങനെ. പക്ഷെ മൈദയിൽ മുക്കണ കൈ നമ്മൾ ഈ ബ്രെഡ് ക്രംസിൽ തൊടാൻ പാടില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് അതൊക്കെ നനഞ്ഞ് കുതിർന്ന് പോവും, നമുക്ക് അധികം ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അതൊന്ന് ശ്രദ്ധിച്ചോളൂ. 2 കൈ ഉപയോഗിച്ചിട്ട് ചെയ്യാം. മുക്കിയിട്ട് ഞാനൊരു 4 വെച്ച് പൊരിച്ചെടുക്കുകയാണ്. ഇതാകുമ്പോൾ മുങ്ങി കിടന്ന് ഇങ്ങനെ പൊരിയണമെന്നില്ല, എന്നാലും അങ്ങനെ ഇതേപോലെയൊക്കെ മതി. ഉള്ളൊക്കെ വെന്തെടുക്കുന്നതാണ്. പിന്നെ ഇങ്ങനെ പരത്തിയിട്ടല്ലേ ഉണ്ടാക്കുന്നത്. ഇത്രയും വെളിച്ചെണ്ണ എല്ലാ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആയി. സ്മെല്ലടിച്ചപ്പോഴേക്കും മുകളിൽ നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങി വന്നു. ഓരോന്ന് ആദ്യം വന്നത് 2 പേരും ഓരോന്നെടുത്ത് കഴിക്കലൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. പിന്നെ ഞാൻ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് എടുത്തോളാം. പിന്നെ ഈ ഒരു കിച്ചൺ പ്രൊഡക്റ്റിൻ്റെയൊക്കെ ഉപയോഗത്തിൻ്റെ ഒരു വീഡിയോ ഇടാട്ടോ ഞാൻ ഇട്ടോളോന്ന് പലരും കമൻ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുഴുവനായിട്ട് പിടിച്ചിട്ട് ഞാനൊരു വീഡിയോ വീണ്ടും കുറച്ചും കൂടി ഗിഫ്റ്റ് ഐറ്റംസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ബീഫോ ചിക്കനോ ഒക്കെ വാങ്ങിക്കുമ്പോൾ ഒരു 3-4 പീസോ ഒരു 5-10 പീസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം അങ്ങനെ അടിപൊളിയായിട്ട് സ്നാക്ക് ഉണ്ടാക്കി കഴിക്കാം. അന്നത്തെ ദിവസം ഉണ്ടാക്കിയാൽ അത്ര ഓട്ടം ഉണ്ടാവില്ല. ഇതൊന്നും ഇല്ലാത്ത ചിക്കനോ ബീഫോ ഒന്നും വീട്ടിലില്ലാത്ത ദിവസം ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ഓട്ടം ഉണ്ടാവുക. ചേട്ടനാദ്യത്തിന് ചെറിയൊരു തല്ലൂട്ടം നടക്കുന്നുണ്ട് കേട്ടോ. തല്ലൂട്ടല്ല, ആദ്യത്തെ ചേട്ടൻ എപ്പോഴും ആദ്യത്തിന് കളിയാക്കും. അപ്പോൾ ആദ്യത്തെ ഇപ്പം അങ്ങനെ വിട്ടു കൊടുക്കില്ല. ആദ്യത്തെ വലുതായി തുടങ്ങിയില്ലേ, ആദ്യമൊക്കെ അങ്ങനെ വിട്ടു കൊടുത്തായിരുന്നു. ഇപ്പോൾ വിട്ടു കൊടുക്കില്ല കേട്ടോ. ഒപ്പത്തിനൊപ്പം ബാധിക്കുന്നതാണ്. ഇതാ കോഴിമുട്ട എടുത്തിട്ട് ഇനി മുട്ടക്കറി ഒന്നും വെക്കണ്ട, ചപ്പാത്തി ഉണ്ടാക്കണ്ടെന്നായി എല്ലാവരും. വിശപ്പ് മാറി. അത്യാവശ്യം വേണമെങ്കിൽ തിരിച്ച് ചോറുണ്ട്, വേണമെങ്കിൽ പഴം കഴിക്കാം, അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛനും മോനും മുട്ട പുഴുങ്ങിയത് എടുത്ത് കഴിച്ചു. ഞാനും ശ്രീകുട്ടനും കുറേ കഴിഞ്ഞിട്ടാണ് കഴിച്ചത്. ഞങ്ങൾക്ക് അപ്പോൾ വിശക്കുണ്ടായിരുന്നില്ല. ഞാൻ അപ്പം തന്നെ വേഗം അങ്ങോട്ട് പാത്രങ്ങൾ കഴുകി അവിടെ അക്കൗണ്ട് ഇട്ടോ അപ്പോൾ ഒന്ന് വൃത്തിയാക്കിയിട്ടോ. എന്താ വെച്ചാൽ എനിക്കിന്ന് ഒരു പണിയും കൂടി ഉണ്ട്, ഫ്രിഡ്ജ് ക്ലീനിങ് കേട്ടോ. അതൊന്ന് കുറച്ച് ദിവസമായി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇടയ്ക്കൊന്ന് ക്ലീൻ ആക്കിയില്ലെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അതാ നമ്മുടെ എഗ്ഗിൻ്റെ പാത്രത്തിലേക്ക് എഗ്ഗൊക്കെ 10-15 മുട്ട, അതിൽ കൂടുതലൊന്നും ഒരുമിച്ച് അങ്ങനെ വാങ്ങിക്കലൊന്നും ഇല്ല. അപ്പോൾ അതാ ഞാൻ ഈ കവർ കൊണ്ട് കളയാൻ പോയപ്പോൾ വീണ്ടും അതിലൊരു മുട്ട കിട്ടി. അപ്പോൾ ഞാൻ വീണ്ടും ഒക്കെ ഒന്ന് ഞെക്കി നോക്കുകയാണ് കേട്ടോ. ഇനി ചേട്ടൻ കൂടുതൽ മുട്ട വാങ്ങിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ മുട്ട എപ്പോഴും ഞാൻ ഫ്രിഡ്ജിൻ്റെ മേലെ വയ്ക്കുക, ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വയ്ക്കില്ല. അതിൻ്റെ കാരണം എടുക്കുമ്പോൾ പൊട്ടി പോകാനുള്ള ചാൻസുണ്ട്. പിന്നെ മുട്ടയൊന്നും അധികം ദിവസമൊന്നും ഇരിക്കില്ല. ഇന്ന് വാങ്ങിച്ചാൽ 1-2 ദിവസം, അതിൽ കൂടുതലൊന്നും മുട്ട ഇരിക്കില്ല. അപ്പോൾ ഫ്രിഡ്ജ് റെഡിയാക്കാനായിട്ട് ഫ്രിഡ്ജ് ആദ്യം ഓഫ് ചെയ്തിട്ടു. കുറേ വർഷങ്ങളുടെ പഴക്കമുള്ള ഫ്രിഡ്ജാണ്, പക്ഷെ ഒരു കേടുമില്ല കേട്ടോ. ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ചവരെ ഫ്രിഡ്ജൊക്കെ പലതും ഞാനിങ്ങനെ പെട്ടെന്ന് കേടാവുന്നത് കണ്ടിട്ടുണ്ട്. ഇത് പക്ഷേ ഒരു കേടുമില്ല. ഇത്തിരി കളറ് മങ്ങി എന്നല്ലാതെ ഇതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ച് കാശ് ചിലവാക്കിയൊക്കെ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ ഇവിടെ വന്നേ പിന്നെ 3500 കൊടുത്ത് ഞാൻ നല്ല നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ സ്പോഞ്ചിൽ കുറച്ച് ലിക്വിഡ് ആക്കിയിട്ട് തേച്ച് കഴുകുകയാണ് കേട്ടോ. അപ്പോൾ അതിലത്തെ ഗ്രില്ലും സാധനങ്ങളൊക്കെ തേച്ച് കഴുകാൻ പുറത്തേക്ക് വെച്ചു. പിന്നെ ബാക്കിയൊക്കെ ഒന്ന് തേച്ച് കഴുകുക. അപ്പോൾ ആദ്യം ഒന്ന് തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ തുണി വെച്ചിട്ട് പച്ചവെള്ളത്തിൽ 2-3 പ്രാവശ്യം തുടച്ചെടുത്ത് ലിക്വിഡ് ഫ്രിഡ്ജിൽ ഒട്ടും ഇല്ലാത്ത വിധത്തിൽ നമ്മളത് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. എന്നുവെച്ചാൽ ഫുഡിൻ്റെ ഐറ്റംസ് വെക്കണതല്ലേ. അപ്പോൾ ലിക്വിഡ് കുഴപ്പമില്ല, നമ്മൾ പാത്രം കഴുകുന്നതൊക്കെ തന്നെയാണ്, പക്ഷെ അത് ക്ലിയറാക്കി വൃത്തിയാക്കിയല്ലേ. അപ്പോൾ അതായത് ഇതൊക്കെ ചേട്ടനാണ് തേച്ച് കഴുകി തരുന്നത്. ഇതിൻ്റെ ഉള്ളിലത്തൊക്കെ ഞാൻ വൃത്തിയാക്കി. പിന്നെ വീണ്ടും ഞാൻ ഒരു പാത്രത്തിൽ ഇത്തിരി വിനാഗിരിയും ഉപ്പും കൂടി ഇട്ടുകൊണ്ട് അതിൽ മുക്കിയും കൂടിയും ഒന്ന് തുടച്ചു. അപ്പോൾ പിന്നെ ഈ ലിക്വിഡിൻ്റെ വല്ലതുണ്ടെങ്കിൽ പൊക്കോട്ടെ, നല്ല വൃത്തിയാക്കി എടുക്കുകയും ചെയ്യും. പിന്നെ എന്തെങ്കിലും കറകളൊക്കെ ഉണ്ടെങ്കിൽ വിനാഗിരി ഉപ്പിട്ടാലും പോകും കേട്ടോ. നല്ല അടിപൊളിയാണ്. ഇതൊക്കെ കുറേ പേർക്കെങ്കിലും അറിയണ്ടാവുമായിരിക്കും, അറിയാത്തവരും ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ നല്ല ക്ലിയർ ആയ ഒരു തുണി എടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ പുറത്തൊക്കെ ഒന്ന് തുടച്ചു. നല്ല തുണി എടുത്തിട്ട് കേട്ടോ, ഉപ്പോ വിനാഗിരിയോ ഒന്നും ഇല്ലാത്ത, ലിക്വിഡോ ഒന്നും ഇല്ലാത്ത തുണി എടുത്തിട്ടാണ് തുടച്ചത്. അപ്പോഴല്ല നല്ല ക്ലിയർ ആവുക. ഉപ്പും വിനാഗിരിയും പിന്നെ നമ്മുടെ ടൈലും തുടയ്ക്കാനായിട്ട് ഞാനങ്ങനെ ടൈലും എനിക്കൊരു അടയാളമൊക്കെ തോന്നും കേട്ടോ. ഞാനത് കാരണം ടൈലും അതൊന്നും തുടയ്ക്കില്ല, കൂടുതൽ ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ തുടയ്ക്കാറ്. പിന്നെ ഇതൊക്കെ ചേട്ടൻ തേച്ച് കഴുകി തന്നപ്പോൾ ഡോറിൻ്റെ ഭാഗമൊന്നും ഞാൻ വൃത്തിയാക്കാനായിട്ട് നിന്നില്ല. അഴുക്ക് കണ്ട ഭാഗം തുടച്ചെടുത്തുന്നുള്ള അവിടെ വെച്ചാൽ എന്താ പറയുക, എൻ്റെ ഫ്രിഡ്ജിൽ നിന്ന് അത്ര അധികം സാധനമൊന്നും ഉണ്ടാവില്ല. കുറച്ച് പച്ചക്കറികൾ, മീനൊക്കെ വാങ്ങിക്കുക വെച്ചാൽ പിറ്റേ ദിവസം എടുക്കും. ആ ഒരു രീതിയിലാണ് മീൻ വാങ്ങിക്കാറുള്ളൂ. മീനായാലും ഇറച്ചിയായാലും അങ്ങനെയൊക്കെ തന്നെ. അങ്ങനെ കുറേ ദിവസം എടുത്ത് വയ്ക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പിന്നെ ഡോർമ കൂടുതലും ജ്യൂസ് ഉണ്ടാക്കാൻ, പുഡിങ് ഉണ്ടാക്കാനുള്ളത്, കേക്ക് ഉണ്ടാക്കാനുള്ള അങ്ങനത്തെ സാമഗ്രികളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ ഇതാ മല്ലിയില ഞാൻ പറഞ്ഞില്ലേ, വാങ്ങിക്കുമ്പോൾ നല്ലോണം കൂടുതൽ വാങ്ങിക്കും.
പണ്ടൊക്കെ എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് ഇത് കേടായി പോകാറുണ്ട്. ഇപ്പം ഞാനിത് കൊണ്ടുവരുമ്പോൾ ആ കേടുള്ള ഭാഗം അങ്ങോട്ട് എടുത്ത് കളഞ്ഞിട്ട് വേരൊന്നും കളയില്ല. വേണമെങ്കിൽ വേരിൻ്റെ മണ്ണ് കഴുകി കളയണമെങ്കിൽ കഴുകി കളയാം. ഇതേപോലെ ഒരു കുപ്പിയിൽ അടിയിൽ ഒരു ഇത്തിരി വെള്ളം മാത്രം വെച്ചിട്ട് ഇതേപോലെ കുത്തിയിറക്കി വയ്ക്കും. എടുക്കുമ്പോൾ നമ്മൾ മൊത്തത്തിൽ എടുത്തിട്ട് ഒരേ സൈഡിൽ നിന്ന് എടുക്കണം കേട്ടോ. മുകളിൽ നിന്ന് ഇല മാത്രം പൊട്ടിച്ചെടുക്കരുത്. പിന്നെ ഇതാ പച്ചക്കറികളൊക്കെ താഴത്തേക്ക് എടുത്ത് തരം തിരിച്ച് ഓരോരോ ബോക്സുകളിലാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ ഐറ്റംസിലുള്ളതാണ്. ഇതിപ്പോൾ പുതിയതായിട്ട് കിട്ടിയ ഗിഫ്റ്റ്. അപ്പോൾ അതൊക്കെ ഞാൻ ഒരുമിച്ചൊരു വീഡിയോയിലായിട്ട് കാണിക്കുന്നുണ്ട്. ഇന്നത്തേൽ എല്ലാതും ഈ ഒരു 1-2 തരം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ അതാ കൊത്താമരി പയറൊക്കെ അത് പ്ലാസ്റ്റിക് ബോക്സിൽ തന്നെയാണ്, പ്ലാസ്റ്റിക് കവറിലാണ്. പിന്നെ ഇഞ്ചി പച്ചമുളക് ഇങ്ങനത്തെയൊക്കെ ഇതിലിട്ട് വയ്ക്കും. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ പിന്നെ നമ്മുടെ ഒരു കൊട്ടയുണ്ട് അതിലാണ് വയ്ക്കുക. പിന്നെ ഇതാ ഇതിൽ ഞാൻ തക്കാളി വെച്ചു. തക്കാളിയാണ് നമ്മൾ പെട്ടെന്ന് എടുക്കേണ്ടത്. പക്ഷേ ഇഞ്ചിയും വെളുത്തുള്ളിയല്ല പച്ചമുളകൊക്കെ ഇട്ട് വയ്ക്കാനാണ് കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നി. ആ വലിയ ബാഗിൽ നമ്മുടെ പച്ചക്കറികളിട്ട് പിന്നെ ഇതാ നാളികേരം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു പാത്രത്തിലിട്ട് വെച്ച് അങ്ങനെ ഇരുന്നോളും തോന്നി. പയറും സാധനങ്ങളൊക്കെ അടിയിലേക്ക് വെച്ചു. പിന്നെ ഇതാ മല്ലിയില ഒന്നില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കുത്തി നിർത്തി തന്നെ വെക്കണം. ചെരിഞ്ഞ് കിടന്നാൽ അതെന്തായാലും കേടായി പോവും. അപ്പോൾ അങ്ങനെ നീർന്നിരിക്കുന്ന പാകത്തിന് വയ്ക്കാം. പിന്നെ വെണ്ടക്കായും പിന്നെ കുറച്ച് മൈലാഞ്ചിരിയിലൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും. പിന്നെ ദോശമാവ് ഞാൻ കലക്കിയിട്ടുണ്ടായിരുന്നു, അതാർക്കും വേണ്ടി വന്നില്ല. പിന്നെ കുറച്ച് ഡാൽഡ ഉണ്ടായിരുന്നു, അത് അങ്ങനെ കുറേ സാധനങ്ങൾ കേട്ടോ. കുഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. പിന്നെ തീരെ കുഞ്ഞിതൊക്കെ ഡോർമയാണ് വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജ് അടിപൊളിയായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും ഒന്നും മറന്നുപോയില്ല.